അടുത്തതായി മെഗാസ്പൊറാഞ്ചിയം അഥവാ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. മെഗാസ്പൊറാഞ്ചിയം ഒരു ഓവ്യൂളിൻ്റെ അനാട്രോപ്പസ് ഓവ്യൂളിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ നോക്കുന്നത്. പലതരത്തിലുള്ള ഓവ്യൂളിൻ്റെ സ്ട്രക്ചറാണ്. കൂടുതലും ആൻജിയോസ്പേമിൽ കാണപ്പെടുന്ന ഓവ്യൂളിൻ്റെ സ്ട്രക്ചറിൻ്റെ പേരാണ് അനാട്രോപ്പസ് ഓവ്യൂൾ, ഒരു ഇൻവേർട്ടഡ് ഷേപ്പ് പോലെയുള്ള ഓവ്യൂൾ. അനാട്രോപ്പസ് ഓവ്യൂളിന് നമ്മൾ പോളൻ ഗ്രെയിൻ പറഞ്ഞ പോലെ തന്നെ കുറേ സ്ട്രക്ചറുകൾ കാണും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓവ്യൂള് നമ്മുടെ ഓവറിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ പോർഷനെ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ. നമ്മൾ പറഞ്ഞ അറ്റാച്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾ ഇൻസൈഡ് ദ ഓവറിനെ പ്ലാസൻറ്റേഷൻ എന്ന് പറയും. ഒരു സ്പെഷ്യൽ ടിഷ്യൂ വഴിയാണ് അറേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഓവ്യൂള്, ഈ പ്ലാന്റിൻ്റെ ഓവ്യൂള് നമ്മുടെ ഓവറിയുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ പേരാണ് ഫ്യൂണിക്കിൾ. ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് പോലത്തെ സ്ട്രക്ചറാണ്, പോയിൻ്റ് ഓഫ് അറ്റാച്ച്മെൻ്റ് ആണ്. നമ്മുടെ ഓവ്യൂള് ഓവറിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോയിൻ്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റോക്കാണ് ഫ്യൂണിക്കിൾ. ഇനി നമ്മുടെ ഓവ്യൂളിൻ്റെ ബേസൽ ബോഡിയും നമ്മുടെ ഫ്യൂണിക്കിളുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനാണ് ഹൈലം. സോ ഹൈലം എന്ന് പറഞ്ഞാൽ ജംഗ്ഷനാണ്. എന്തും തമ്മിൽ ഓവ്യൂളും ഫ്യൂണിക്കിളും തമ്മിലുള്ള ഒരു ജംഗ്ഷനാണ് ഹൈലം. സോ ഹൈലം എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ഫ്യൂണിക്കിൾ ആൻഡ് ബോഡി ഓഫ് ദ ഓവ്യൂൾ. ബട്ട് ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞാൽ ഓവ്യൂൾ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിനെ പറയുന്ന പേരാണ് ഫ്യൂണിക്കിൾ. ഇനി നമ്മുടെ ഓവ്യൂളിനെ കവർ ചെയ്തിട്ട് പ്രൊട്ടക്റ്റീവായിട്ടുള്ള എൻവലപ്പുകൾ കാണാറുണ്ട്. പ്രൊട്ടക്ഷൻ നമ്മുടെ പോളൻ ഗ്രെയിൻ കാണപ്പോലെ തന്നെ എപ്പിഡെമിസ് എൻഡോത്തീസിയം പോലെ തന്നെ ഇതിനും കുറേ ലെയറുകളുണ്ട്. 1-2 കവറിങ്ങളുണ്ട്. ആ കവറിങ്ങളെ നമ്മൾ ഇൻടെഗ്യുമെൻ്റ് എന്ന് പറയും. പുറത്ത് കാണപ്പെടുന്നതിനെ നമ്മൾ ഔട്ടർ ഇൻടെഗ്യുമെൻ്റ് എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ കാണുന്നതിനെ ഇന്നർ ഇൻടെഗ്യുമെൻ്റ്. ഔട്ടർ ഇൻടെഗ്യുമെൻ്റ്, ഇന്നർ ഇൻടെഗ്യുമെൻ്റ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഇൻടെഗ്യുമെൻ്റ് ഫുള്ളി കവേർഡ് അല്ല. കവേർഡ് അല്ലാത്ത റീജിയനിൽ നമുക്ക് കാണാൻ പറ്റും. ഇൻടെഗ്യുമെൻ്റ് കവർ ചെയ്യാത്ത ഓവ്യൂളിൻ്റെ ഭാഗം കുറച്ച് ഓപ്പണിംഗ് ഉള്ള ഭാഗമാണ്. ഈ ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോപൈൽ. സോ ഇൻടെഗ്യുമെൻ്റ് വരാത്ത, കവറിങ് ഇല്ലാത്ത ഓവ്യൂളിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് മൈക്രോപൈൽ. ഈ മൈക്രോപൈലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് ചെലാസ. സോ ഓപ്പണിംഗ് ആയിട്ടുള്ള മൈക്രോപൈലിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഭാഗമാണ് ചെലാസ. സോ 2 പ്രൊട്ടക്റ്റീവ് എൻവലപ്പുകളുണ്ട്, ഔട്ടർ ഇൻടെഗ്യുമെൻ്റ്, ഇന്നർ ഇൻടെഗ്യുമെൻ്റ്. അതുപോലെ കവറിങ് ഇല്ലാത്ത ഭാഗം മൈക്രോപൈൽ, അതിന് ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഭാഗം ചെലാസ. ഇനി ഇൻടെഗ്യുമെൻറ്റുകൾക്ക് ഉള്ളിലായിട്ട് നമുക്കൊരു കുറേ മാസ് ഓഫ് സെൽസ് കാണാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂസെല്ലസ്. ഒരുപാട് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്, അബണ്ടൻ്റ് ആയിട്ടുള്ള റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഉള്ള ഒരു റീജിയനാണ്. ഇന്നർ ഇൻടെഗ്യുമെൻറ്റിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന മാസ് ഓഫ് സെൽസുകളാണ് ന്യൂസെല്ലസ്. നമ്മുടെ പോളൻ ഗ്രെയിനിൽ ടെപ്പീറ്റം എന്താണോ ഫങ്ഷൻ ചെയ്തിരുന്നത് അതുപോലെ നറിഷ് ചെയ്യുന്ന പോലെ ന്യൂസെല്ലസിൻ്റെയും ഡ്യൂട്ടി അതാണ്. റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആണ് ന്യൂസെല്ലസിനുള്ളത്. ഇനി ന്യൂസെല്ലസിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കാണപ്പെടുന്നതാണ് എംബ്രിയോസാക്. ന്യൂസെല്ലസിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് എംബ്രിയോസാക് അഥവാ നമ്മൾ വിളിക്കുന്ന ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഇത്രയാണ് നമ്മുടെ മെഗാസ്പൊറാഞ്ചിയം അഥവാ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ. ഒന്നും കൂടി പറയാം. 1-2 അധികമോ ഇൻടെഗ്യുമെൻ്റ്. ആ ഇൻടെഗ്യുമെൻ്റ് ഇല്ലാത്ത ഭാഗമാണ് മൈക്രോപൈൽ, അതിന് ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഭാഗമാണ് ചെലാസ. ഇൻടെഗ്യുമെൻറ്റിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന റിസർവ് ഫുഡ് മെറ്റീരിയലുള്ള ഒരുപാട് മാസ് ഓഫ് സെൽസുകളാണ് ന്യൂസെല്ലസ്. ന്യൂസെല്ലസിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എംബ്രിയോസാക്ക് അഥവാ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് കാണപ്പെടുന്നത്. ഇനി ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റിൻ്റെ പേരാണ്, ഈ ഓവ്യൂള് ഓവറിയുമായി അറ്റാച്ച് ചെയ്തിരുന്ന ആ സ്റ്റോക്കിൻ്റെ പറയുന്ന പേരാണ് ഫ്യൂണിക്കിൾ. ഓവ്യൂളിൻ്റെ ബോഡിയും ഫ്യൂണിക്കിളും തമ്മിലുള്ള ജംഗ്ഷനാണ് ഹൈലം.